ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ആണ് പഠിച്ചത്. ഇനി ഡിഫറൻസിയേഷൻ്റെ റൂൾസ് ആണ്. ഡിഫറൻസിയേഷൻ റൂൾസ്. If f has constant value f of x equal to c, then derivative of c equal to 0. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പം എച്ച് ഓഫ് എക്സ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ആ വാല്യൂ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സിൽ വാല്യൂ സി ആയിരിക്കും, എക്സ് പ്ലസ് എച്ചിലും വാല്യൂ സി ആയിരിക്കും. അപ്പം അതുണ്ടോ, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, അതിൻ്റെ വാല്യൂ സി ആയിരിക്കും. എഫ് എക്സിലും സി ആയിരിക്കും. അപ്പം സി മൈനസ് സി 0. അപ്പം എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. അതാണ് ഇതുണ്ടോ. Is another way to say that the value of constant function never changes and that the slope of the horizontal line is 0 at every point. എല്ലാ പോയിന്റിലും ഹൊറിസോണ്ടൽ ലൈനിന്റെ ലൈൻ 0 ആയിരിക്കും. സ്ലോപ്പ്, ഈ ഹൊറിസോണ്ടൽ ലൈനിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. എക്സ് ആക്സിന് ഹൊറിസോണ്ടൽ ആയിട്ടായിരിക്കും ആ ലൈൻ വരിക. ഓക്കെ. Then n is a positive integer, then d by dx of x power n equal to nx power n minus 1. അപ്പോൾ നമ്മളിവിടെ എഫ് ഡാഷ് എക്സ് കാണാനായിട്ട് രണ്ടാമത്തെ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പം പോസിറ്റീവ് ഇൻറ്റിജർ പവർ റൂൾ എന്താന്ന് പറഞ്ഞാൽ സെറ്റ് പവർ എൻ മൈനസ് എക്സ് പവർ എൻ ഈക്വൽ ടു സെറ്റ് മൈനസ് എക്സ് ഇൻറ്റു സെറ്റ് പവർ എൻ മൈനസ് 1 പ്ലസ് സെറ്റ് പവർ എൻ മൈനസ് 2 ഇൻറ്റു എക്സ് ഓൺ എക്സ് പവർ എൻ മൈനസ് 1. ഇങ്ങനെ സെഡിൻ്റെ പവർ കുറഞ്ഞ് അവസാനം സെഡിൻ്റെ പവർ 0 ആകുമ്പോൾ എക്സിൻ്റെ പവർ എൻ മൈനസ് 1 ആകും. ഇതാണ് പവർ റൂള്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫോർമുല ഡിറൈവ് ചെയ്യുന്നത്. അപ്പം എഫ് ഡാഷ് സെഡ് എക്സ് ഈക്വൽ ടു, ഇതാണ് ഫോർമുല. അപ്പം എഫ് ഓഫ് സെഡ് പവർ എൻ മൈനസ് എക്സ് പവർ എൻ. അപ്പം ഈ സെറ്റ് പവർ എൻ മൈനസ് എക്സ് പവർ എന്നിനെ സെറ്റ് പവർ എൻ മൈനസ് എക്സ് പവർ എന്നിനെ ഇതുണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് സെറ്റ് മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ പിന്നെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുണ്ടോ, അത് മാത്രമേ ഉള്ളൂ. ലിമിറ്റ് എക്സ് സെറ്റ് ടെൻസ് ടു എക്സ് ഇതേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലൊക്കെ സെഡിന് എക്സ് കൊടുക്കുക. അപ്പോൾ ഇത് എക്സ് ആയിരിക്കും, സോറി എക്സ് പവർ എൻ മൈനസ് 1 ആയിരിക്കും. ഈ സെഡിന് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, എക്സ് പവർ എൻ മൈനസ് 2 ഇൻറ്റു എക്സ്, അതും എക്സ് പവർ എൻ മൈനസ് 1 ആയിരിക്കും. ആൻഡ് സോ ഓൺ, ഇതും എക്സ് പവർ എൻ മൈനസ് 1 ആയിരിക്കും, എൻ മൈനസ് 1. അപ്പോൾ ഇത്രയും ടേം, അപ്പോൾ എൻ ടേം കിട്ടും. അപ്പം എൻ എക്സ് പവർ എൻ മൈനസ് 1, അതാണ് ആ ഫോർമുല. നിങ്ങൾ ഇത് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് വെച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതും. അത് കഴിഞ്ഞിട്ട് അതിനെ സെറ്റ് മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിനകത്ത് സെഡിനൊക്കെ എക്സ് കൊടുക്കും. അപ്പോൾ ഈ ഫോർമുല കിട്ടും. ഓക്കെ. ഇത് ഇവിടെ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. Then power rule, general version, if n is any real number, d by dx of x power n equal to nx power n minus 1. എന്നിന് ഏത് റിയൽ നമ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഇതാ ഇവിടെ പ്രോബ്ലം ചെയ്യുന്നു. എക്സ് ക്യൂബ് എൻ എക്സ് പവർ എൻ മൈനസ് 1 ആണ്. അപ്പം എക്സ് ക്യൂബിൻ്റെ എന്തായിരിക്കും, 3x². എക്സ് പവർ 2/3 അപ്പോൾ 2/3 ആദ്യം എഴുതുക. പിന്നെ 2/3 ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 2/3 എക്സ് പവർ മൈനസ് 1/3 എന്ന് കിട്ടും. ഇതൊക്കെ നിങ്ങൾ പ്ലസ് 2 പഠിച്ച അതേ ഫോർമുല തന്നെ. അതാ എക്സ് പവർ ഓഫ് 1/2. അപ്പോൾ 1/2 എക്സ് പവർ ഓഫ് റൂട്ട് 2, സോറി എക്സ് പവർ റൂട്ട് 2 ഈക്വൽ ടു റൂട്ട് 2 എക്സ് പവർ റൂട്ട് 2 മൈനസ് 1. ഇനി ഡിവൈഡ് 1/x⁴. x⁴ മുകളിലേക്ക് പോകും. അപ്പോൾ x⁻⁻⁴ ആയി.
അപ്പോൾ -4 x⁻⁻⁴ -1. ആ ഫോർമുലയാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ദെൻ x⁻⁻⁴/3. അപ്പം -4/3x (-4/3 -1). ദെൻ √x² + π അതിൻ്റെ ഡെറിവേറ്റീവാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് അത് ഇത് √x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x⁻1/2 ആയിരിക്കും. അപ്പോൾ ഈ റൂട്ട് കളയാനായിട്ട് നമ്മൾ ഈ x²നെ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആയി, പൈയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ π/2 ആയി. അപ്പം √x² + π എന്നുള്ളത് എന്താവും? x⁻2നെ 1 കൊണ്ട് ഡിവൈഡ് 1, പൈയെ 1 കൊണ്ട് ഡിവൈഡ് π/2. അതാണ് ഇവിടെ കിട്ടിയത്. എന്നിട്ട് അതിനെ നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ആൻസർ എല്ലാം കിട്ടും. ചെയ്തു നോക്കണം. ഞാനിവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ആൻസർ കിട്ടി. ദെൻ ഇഫ് u is differential function of x and c is a constant, then derivative of cu equal to c into derivative of u. ആ ഫോർമുലയാണ്. ദെൻ ഡെറിവേറ്റീവ് ഓഫ് സം റൂൾ, u + v യുടെ ഡെറിവേറ്റീവ്, യുവിൻ്റെ ഡെറിവേറ്റീവ് + v യുടെ ഡെറിവേറ്റീവ്, അത് നമ്മളിവിടെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രൂഫ്. u + v യുടെ ഡെറിവേറ്റീവ്, അപ്പം ലിമിറ്റ് h → 0, u of x + v, v of x + h, u of x + h + v of x + h minus u of x + v of x divided by h. ആ ഡെറിവേറ്റീവ് റൂൾ എടുത്തിട്ട് ഡിവൈഡഡ് ബൈ h. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടെ അടുപ്പിച്ചെഴുതി. അതിതാ. പിന്നെ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഇതെഴുതി. ഓക്കെ. അപ്പോൾ നമുക്കെന്ത് കിട്ടി? ഇതും കിട്ടി. ഇനി ലിമിറ്റ് രണ്ടിനും കൊടുത്തു. ആദ്യത്തെ ലിമിറ്റ് കൊടുത്തു, രണ്ടാമത്തെ ലിമിറ്റ് കൊടുത്തു. ഇത് യുവിൻ്റെ ഡെറിവേറ്റീവാണ്. ദിസ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് യു. ഇത് ഡെറിവേറ്റീവ് ഓഫ് യുവിൻ്റെ ഫോർമുലയാണ്. ഡെറിവേറ്റീവ് ഓഫ് യു. ഇതോ ഡെറിവേറ്റീവ് ഓഫ് വി. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ux + vx, അപ്പോൾ u of x + h, v of x + h മൈനസ് u of x, v of x ആയി. പിന്നെ അതിനെ ഇത് രണ്ടും കൂടി ഒന്നിച്ചെഴുതി സബ്ട്രാക്ട് ചെയ്തു ഇവിടെ. എന്നിട്ട് ആദ്യത്തെ ലിമിറ്റ് കൊടുത്തു, രണ്ടാമത്തെ ലിമിറ്റ് കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുവാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ പോളിനോമിയൽ y = x³ + 4/3x² - 5x + 1. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ ഓരോന്നിനും ചെയ്യണം. x³ ചെയ്യുക, രണ്ടാമത്തെ 4/3x² ചെയ്യുക, മൂന്നാമത്തെ 5x ചെയ്യുക, നാലാമത്തെ 1 ചെയ്യുക. ഓരോന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം x³ 3x², ഈ 4/3 എഴുതി. x² x⁻⁴ ഇത് 4/3 എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് x⁻² എൻ്റെ 2x² എന്തായിരിക്കും? 2x ആയിരിക്കും. ആ 2x എഴുതിയിരിക്കുന്നത് ഇവിടെ. മൈനസ് 5xൻ്റെ x5xൻ്റെ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × x⁻1 - 1 0. ദാറ്റ് ഈസ് 5 × x⁻0. ദാറ്റ് ഈസ് 5. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ 5xൻ്റെ ഈ മൈനസ് ഇവിടെ വന്നു. 5xൻ്റെ 5 കോൺസ്റ്റൻ്റെ 0 ആണ്. അപ്പം ഇത് കിട്ടി. നെക്സ്റ്റ് എക്സാമ്പിൾ 4. Does the curve y = x⁴ - 2x² + 2 have any horizontal tangent line? If so, where? എന്ന് പറഞ്ഞാൽ y = x² + 2x + 2ന് ഹൊറിസോണ്ടൽ ടാൻജന്റ് ലൈൻ ഉണ്ടോന്നാണ് നോക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ആ കർവ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിന് ഹൊറിസോണ്ടൽ ടാൻജന്റ് ലൈൻ ഉണ്ടോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ടാൻജന്റ് ലൈൻ ഉണ്ടെങ്കിൽ ഡെറിവേറ്റീവ് 0 ആകുന്നിടത്തൊക്കെ ഹൊറിസോണ്ടൽ ടാൻജന്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 4x³ - 4x. ഇതാണ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് 0 ആയിട്ടുള്ളിടത്തെല്ലാം ഹൊറിസോണ്ടൽ ടാൻജന്റ് ലൈൻ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് എടുക്കുക.
എന്നിട്ട് അത് സോൾവ് ചെയ്യുക. ഇത് എക്സ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 1 ഓർ പ്ലസ് ഓർ മൈനസ് 1. അതാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റ് ഏതൊക്കെയാണ്? 0, 1, -1. എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ വൈ ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഈക്വൽ ടു 0, അപ്പോൾ വൈ ഈക്വൽ ടു 2 ആണ്. എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 2. ദെൻ എക്സ് ഈക്വൽ ടു 1 കൊടുക്കുക, അപ്പോൾ വൈ ഈക്വൽ ടു 1 കിട്ടും. പിന്നെ എക്സ് ഈക്വൽ ടു -1 കൊടുക്കുക, അപ്പോൾ വൈ ഈക്വൽ ടു 1 അപ്പോഴും കിട്ടും. അപ്പം ഇതിൽ എവിടെയൊക്കെയാണ് ഹൊറിസോണ്ടൽ ടാൻജൻ്റ് ലൈൻ ഉള്ളത്? ഒന്ന് 0-2-ലുണ്ട്, ഇത് കണ്ടോ, 0-2-ലുണ്ട്. പിന്നെ 1-1-ലുണ്ട്, ഇത് കണ്ടോ, 1-1-ലുണ്ട്. പിന്നെ -1-1-ലുണ്ട്, ഇതാ -1-1-ലുണ്ട്. ഇതാണ് 3 ഹൊറിസോണ്ടൽ ടാൻജൻ്റ് ലൈൻ. ഓക്കെ. Then next problem. Next, the derivative of natural exponential function. E power x ന്റെ ഡെറിവേറ്റീവ് e power x തന്നെയാണ്. അതാണ് ഡെറിവേറ്റീവ് ഓഫ് e power x equal to e power x itself. Then example 5. Find an equation for a line that is tangent to the graph y equal to e power x goes through the origin. അപ്പോൾ y equal to e power x-ൻ്റെ ആ കർവിൻ്റെ ടാൻജൻറ്റ് ലൈൻ അത് ഒറിജിനിൽ കൂടെ പോവുകയാണെങ്കിൽ, y equal to e power x-ൻ്റെ ടാൻജൻറ്റ് ലൈൻ ഒറിജിനിൽ കൂടെ പോവുകയാണെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് y equal to e power x എന്ന് പറയുന്ന കർവ്. ഇതിൻ്റെ ടാൻജൻറ്റ് ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഒറിജിനിൽ കൂടെ പോകുന്ന ടാൻജൻറ്റ് ലൈൻ. ഈ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഇക്വേഷൻ ഒറിജിനിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഈ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ y equal to mx എന്നായിരിക്കും. നമ്മൾ m കണ്ടുപിടിക്കണം. അപ്പം എ എന്ന് പറയുന്ന പോയിന്റിലെ അതിൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ വൈ ആക്സ് എന്തായിരിക്കും? ഇവിടെ ഇ പവർ എക്സ് ആണ്. y equal to e power x ആണ്. y equal to e power x ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൻ്റെ y എന്തായിരിക്കും? e power a. അപ്പോൾ ഇതാണ് ആ പോയിന്റ്. അപ്പം നമ്മൾ ഈ ലൈനിൻ്റെ ടാൻജൻറ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. ആദ്യം ഈ ലൈനിൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലോപ്പ് കണ്ടുപിടിക്കാനായി ഇതാ ഈ ലൈനിൻ്റെ സ്ലോപ്പ് അതെന്തായിരിക്കും? അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് അതായിരിക്കും അതിൻ്റെ സ്ലോപ്പ്. അത് വൈ ആക്സ് എന്തായിരിക്കും? അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് e power a -0 ഡിവൈഡ് ബൈ a -0 ആയിരിക്കും. ഈ ഹൈറ്റ് ഇത് e power a -0 ആയിരിക്കും. ഈ ഡിസ്റ്റൻസോ a -0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും നമുക്ക് കിട്ടിയത്? സ്ലോപ്പ് e power a ബൈ a. അതാണ് അതിൻ്റെ സ്ലോപ്പ്. ആ ലൈനിൻ്റെ സ്ലോപ്പ് e power a ബൈ a ആണ്. ഈ ലൈനിൻ്റെ സ്ലോപ്പ് a ആണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് a കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് y equal to e power x ആണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട്, ഡയറക്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് dy ബൈ dx കാണുക. അത് e power x തന്നെയായിരിക്കും. അതിൻ്റെ സ്ലോപ്പ് ഇത് തന്നെയായിരിക്കും. എയിൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? എയിൽ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? e power a ആയിരിക്കും. എയിൽ അതിൻ്റെ സ്ലോപ്പ് e power a ആയിരിക്കും. ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിച്ചു e power a ബൈ a. അതാണ് നമ്മൾ ആദ്യം അതിൻ്റെ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. അത് e power a ബൈ a ആണ്. ഇനി മറ്റു തരത്തിൽ y equal to e power x ഡെറിവേറ്റീവ് e power x തന്നെയാണ്. എയിൽ അതിൻ്റെ സ്ലോപ്പ് e power a ആണ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ദിസ് ഈസ് e power a. e power a equal to e power a ബൈ a. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്തായിരിക്കും? എയുടെ വാല്യൂ 1 ആയിരിക്കും. a equal to 1.
അപ്പം നമ്മൾ അതിൻ്റെ സ്ലോപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്? y ഈക്വൽ ടു എം എക്സ് എന്നാണ്. അപ്പം എയുടെ വാല്യൂ 1 ആണ്. എയുടെ വാല്യൂ 1 ആണ്. ഇതാ എ ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതാണ്. അപ്പം അതിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? y ഈക്വൽ ടു എം എക്സ്. എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എയുടെ വാല്യൂ 1 ആണെങ്കിൽ y ഈക്വൽ ടു എം എക്സ്. എയുടെ വാല്യൂ 1 ആണ്. എയുടെ വാല്യൂ 1 ആണെങ്കിൽ ഇതെന്താ? ഈ സ്ലോപ്പ് ഇ പവർ 1 ആവും. ഇ പവർ 1. അതാണ് എം. ഇതാണ് സ്ലോപ്പ്, ഇതും സ്ലോപ്പ്. രണ്ട് സ്ലോപ്പും തുല്യമാണ്. അപ്പോൾ എ ഈക്വൽ ടു 1 എന്ന് അതിൽ കിട്ടി. അപ്പോൾ സ്ലോപ്പ് ഈക്വൽ ടു ഇ. അപ്പം ഇതിൻ്റെ ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താ? y ഈക്വൽ ടു ഇ എക്സ്. അതാണ് അതിൻ്റെ ഇക്വേഷൻ. y ഈക്വൽ ടു ഇ എക്സ്. അതാണ്. ഇതുണ്ടോ? y ഈക്വൽ ടു ഇ എക്സ്. നമ്മൾ സ്ലോപ്പ് എം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് അതല്ലാതെ നമ്മൾ ഇത് രണ്ടും നേരെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഇത് രണ്ടും ഒന്നായി. അപ്പോൾ എയുടെ വാല്യൂ 1 ആയി. അങ്ങനെയാണ് y ഈക്വൽ ടു എം എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y ഈക്വൽ ടു എം എക്സിൽ എയുടെ വാല്യൂ 1 ആണെങ്കിൽ എം ഈക്വൽ ടു ഇ ആയിരിക്കും. അപ്പം y ഈക്വൽ ടു ഇ പവർ എക്സ് ആണ് അതിൻ്റെ സ്ലോപ്പ്. അല്ല, ലൈൻ്റെ ഇക്വേഷൻ. എം ഈക്വൽ ടു 1 ആകുമ്പോൾ ലൈൻ്റെ ഇക്വേഷൻ, നമുക്ക് ലൈൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. ഈ ലൈൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. അത് y ഈക്വൽ ടു ഇതാണ്, ഇ എക്സ് ആണ്. എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു ഇ പവർ എക്സിന് y ഈക്വൽ ടു ഇ പവർ എക്സിന് ടാൻജന്റ് ലൈൻ, ഒറിജിനിൽ കൂടെ കടന്നു പോകുന്ന ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു ഇ പവർ എക്സ്. ഓക്കെ. ദെൻ ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് റൂൾ. യു വിയുടെ ഡെറിവേറ്റീവ് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൂഫ് യു വി. അപ്പം യു ഓഫ് എക്സ് പ്ലസ് എച്ച് വി ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് യു എക്സ് വി എക്സ് ഡിവൈഡ് ബൈ എച്ച്. അപ്പം അതാണ് ആദ്യം എഴുതിയത്. ഇനി നമ്മൾ ഇതാ ഇതിവിടെ എഴുതി, ഇതിവിടെ എഴുതി, ഇത് മൈനസ് ഇട്ട് ഇവിടെ എഴുതി. ഇനി ഇതിൻ്റെ കൂടുതൽ എന്ത് ചെയ്തു? മൈനസ് യു എക്സ് പ്ലസ് എച്ച് വി എക്സ് സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്തു. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്തു. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് കണ്ടോ? യു ഓഫ് എക്സ് പ്ലസ് എച്ച് ടേക്കിംഗ് ഔട്ട്സൈഡ്. ഇതിൻ്റെ അകത്ത് നിന്ന് യു ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് വി എക്സ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചെഴുതി. പ്ലസ് യു ഓഫ് എക്സ് പ്ലസ് എച്ച് വി എക്സ് മൈനസ് ഇതാണ് യു എക്സ് വി എക്സ്. അത് ഒന്നിച്ചെഴുതി. അപ്പം നിങ്ങൾക്ക് മാറിപ്പോരുതേ. ഇത് രണ്ടും നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? റീഅറേഞ്ച് ചെയ്തെഴുതി. ഒന്നിൻ്റെ അകത്ത് നമ്മൾ യു ഓഫ് എക്സ് പ്ലസ് എച്ച് പുറത്തെടുത്തു. ഇതിൻ്റെ അകത്ത് യു ഓഫ് എക്സ് പ്ലസ് എച്ച് പുറത്തെടുത്തു. ഇതിൻ്റെ അകത്ത് രണ്ടിനും വി ഓഫ് എക്സ് പുറത്തെടുത്തു. ഒന്നിനകത്ത് യു ഓഫ് എക്സ് പ്ലസ് എച്ചും ഇതിനകത്ത് വി. എന്നിട്ട് ഇത് രണ്ടും ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിനും നമ്മുടെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതാണ്. എന്നിട്ട് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എച്ച് 0 ആകുമ്പോൾ ഇതെന്താവും? യു ഓഫ് എക്സ് ആയി. ഇത് യു ഓഫ് എക്സ് ആയി. ഇതെന്തായി? ഇത് വിയുടെ ഡെറിവേറ്റീവായി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇത് വി ഓഫ് എക്സ് ആണ്. അതവിടെ എഴുതി. ഇത് യുവിൻ്റെ ഡെറിവേറ്റീവാണ്. അതിവിടെ എഴുതി. അതാണ്. അപ്പം ഡെറിവേറ്റീവ് ഓഫ് യു വി ഈക്വൽ ടു യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി. പ്രോഡക്റ്റ് റൂൾ. ദെൻ അത് വെച്ച് നമ്മളൊരു പ്രോബ്ലം ചെയ്യുവാണ്. ഇതാ
ഇതിൻ്റെ ഡെറിവേറ്റീവും ഇതിൻ്റെ ഡെറിവേറ്റീവും കാണണം. അപ്പം 1/x എക്സ് സ്ക്വയർ ഇ പവർ എക്സ്. അപ്പം 1/x ആദ്യം ഇത് എഴുതി, ഇതിന് ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ ഇ പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ് 2x ഇ പവർ എക്സ്. അത് കഴിഞ്ഞ് വി അതുപോലെ എഴുതി, എക്സ് സ്ക്വയർ ഇ പവർ എക്സ് അതുപോലെ എഴുതി. 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x സ്ക്വയർ ആണ്. ഈ ഫോർമുല ഉപയോഗിച്ച് എഴുതി. 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x സ്ക്വയർ. ദെൻ ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ ഇങ്ങനെയായി. ദാറ്റ് ഈസ് ഈക്വൽ ടു, അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി ഇ പവർ 2xന് ഡെറിവേറ്റീവ് കാണണം. അത് ഇ പവർ എക്സ് ഇൻറ്റു ഇ പവർ എക്സിന് എഴുതി. എന്നിട്ട് ഇ പവർ എക്സ് എഴുതി, ഇ പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. അത് കഴിഞ്ഞ് ഇ പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ് അവിടെ എഴുതി. അത് കഴിഞ്ഞ് ഇ പവർ എക്സ് വെറുതെ എഴുതി, ആദ്യത്തെ ഡെറിവേറ്റീവ് എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇ പവർ എക്സ്. ഇ പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ പവർ എക്സ് തന്നെയാണ്. അപ്പം ഇ പവർ എക്സ് ഇൻറ്റു ഇ പവർ എക്സ്, ഇതും ഇ പവർ എക്സ് ഇൻറ്റു ഇ പവർ എക്സ്. അപ്പോൾ 2 ഇ പവർ എക്സ് ഇൻറ്റു ഇ പവർ എക്സ്, ദാറ്റ് ഈസ് 2 ഇ പവർ 2x. നെക്സ്റ്റ്, ഡെറിവേറ്റീവ് ഓഫ് കോഷ്യൻ്റ് റൂൾ. d/dx of u/v equal to u into v into derivative of u minus u into derivative of v divided by v square. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ u/vൻ്റെ u x plus h divided by vx plus h minus ux by vx divided by h limit h tends to 0. അതാണ് ആദ്യം നമ്മൾ അങ്ങനെ എഴുതി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നമ്മൾ ഇവിടെ LCM കണ്ട്, ഇതിൻ്റെ LCM എന്തായിരിക്കും? LCM ഇതാണ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ux പ്ലസ് എച്ചിനെ vx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ux-നെ vx പ്ലസ് h കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഈ എച്ച് ഉണ്ട്, ഈ എച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ എഴുതി, ഇതുപോലെ ഇവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് -vx ux സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്തു. അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനകത്ത് vx ഉള്ള ഫാക്ടറുകൾ ഇതണ്ട, ഈ vx ഉള്ള ഈ ഫാക്ടറുകൾ, അതിനകത്ത് vx ഉണ്ട്, അത് vx പുറത്തെടുത്തിട്ട് ബാക്കി രണ്ടും ux പ്ലസ് h ux പ്ലസ് h ux ഇവിടെ എഴുതി. ഇതിൻ്റെ അകത്തുനിന്ന് ബാക്കി ഇതിൻ്റെ അകത്തുനിന്ന് ഇത് രണ്ടിൻ്റെ അകത്തുനിന്നും ux പുറത്തെടുത്തു. ഈ ux-ഉം ഈ ux-ഉം പുറത്തെടുത്തു. ബാക്കി അതുപോലെ എഴുതി. ഇതാണ് എന്താ, ഇങ്ങനെ എഴുതി. അപ്പോൾ എച്ചൊക്കെ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഫോർമുലയിലേക്ക് വന്നു. ഇത് എന്താണ്? v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u മൈനസ് u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v ഡിവൈഡഡ് ബൈ ഈ h 0 ആയി പോകുമ്പോൾ v സ്ക്വയർ. ഈ ഫോർമുല കിട്ടി. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ.